ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ക്വീൻസ്. അപ്പോൾ ഇന്ന് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ബ്രെഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന ഒരു രസമലായിയുടെ റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് അതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പം നമ്മുടെ ഈ ഒരു രസമലായിക്ക് വേണ്ടിയിട്ട് ഞാനിവിടെ 4 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് സാഫ്രോൺ ആണ്. അപ്പോൾ നമുക്ക് ആദ്യം ഈ സാഫ്രോൺ ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പാലിൽ ആദ്യം ഇതൊന്ന് സോക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പം സാഫ്രോൺ കയ്യിലില്ലാന്നുണ്ടെങ്കിൽ 1-2 ഡ്രോപ്പ് ഫുഡ് കളർ, യെല്ലോ ഫുഡ് കളർ യൂസ് ചെയ്യാം. നമ്മുടെ ആ രസമലായിക്ക് നല്ലൊരു കളർ കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ സാഫ്രോൺ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ആ എടുത്ത് വെച്ചിരിക്കുന്ന പാല് തിളപ്പിക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ആദ്യം ഇതൊന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി. അതിനുശേഷം തിള വരുന്ന സമയത്ത് പിന്നെ നമുക്ക് ഫ്ലെയിം കുറയ്ക്കണം. അപ്പോൾ പാല് തിളച്ച് വന്നിട്ടുണ്ട്. അതിൻ്റെ സൈഡിൽ തിളച്ച് വരുമ്പോൾ അതിൻ്റെ സൈഡിലെല്ലാം ആ പത ഉണ്ടാവുമല്ലോ, അതെല്ലാം ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ചിട്ട് വേണം ഈ പാല് വറ്റിച്ചെടുക്കാനായിട്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കപ്പ് കണ്ടൻസ്ഡ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 തൊട്ട് 1.25 കപ്പ് വരെ ചേർത്ത് കൊടുക്കാം. നമ്മളുടെ മധുരത്തിനനുസരിച്ചാണത്. അപ്പോൾ കണ്ടൻസ്ഡ് മിൽക്കിന് പകരം നമുക്ക് ഷുഗർ യൂസ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിനി ഫ്ലെയിം കുറച്ചിട്ട് വേണം ഇത് തിളപ്പിച്ചെടുക്കാനായിട്ട്. ഇനി പാല് കുറുകിയിട്ട് നല്ല കട്ടിയായിട്ട് വരണം. ആ ഒരു സ്റ്റേജിൽ എത്തുന്നത് വരെ നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ആ സൈഡിൽ കാണാമല്ലോ, തിളച്ച് വരുമ്പോൾ ആ സൈഡിലെല്ലാം പാലിൻ്റെ പാട പോലെ ഇങ്ങനെ പറ്റിയിരിക്കുന്നുണ്ടാവും. അതെല്ലാം അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. എന്നാലും ആ പാലിന് കുറുകി കട്ടി വരുള്ളൂ. ഇത് കുറച്ച് സമയം എടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സാണ്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ പാലിൽ കുറച്ച് കോൺഫ്ലോർ ഒക്കെ, നമുക്ക് പെട്ടെന്നൊക്കെ ഗസ്റ്റ് വരുന്ന സമയത്ത് നമുക്ക് ഇതേപോലെ കുറേ സമയം ഒന്നും ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് അന്നേരം നമുക്ക് കുറച്ച് കോൺഫ്ലോർ ഒക്കെ മിക്സ് ചെയ്ത് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് പാല് കുറുകി കിട്ടും. ഇത് കുറച്ചധികം സമയം നമ്മൾ കുറുക്കി ആ പാല് കട്ടിയാവുന്നത് വരെ വെയിറ്റ് ചെയ്ത് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടേസ്റ്റ് കൂടുതലുണ്ടായിരിക്കും. അപ്പോൾ പാല് ഒരുവിധം പകുതിയോളായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇനിയും നമ്മൾ ആ നേരത്തെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന സാഫ്രോൺ കൂടി അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. സാഫ്രോൺ ചേർത്ത് കുറച്ച് സമയം കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിനകത്ത് യെല്ലോ കളർ വന്നു തുടങ്ങും. വീണ്ടും നമ്മൾ പാല് തിളയ്ക്കുന്നതിനനുസരിച്ച് സൈഡിൽ നിന്ന് അതെല്ലാം ഈ പാലിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ഇടയ്ക്ക് ആ പാലിൻ്റെ ഒരു കൺസിസ്റ്റൻസി നമുക്കൊരു സ്പൂണിലെടുത്ത് നോക്കിയാൽ മതി. ഇപ്പോഴും ഇതൊരു ലിക്വിഡ് ഫോമിലാണ്. ഇപ്പോൾ ഇതാ പാല് നന്നായിട്ട് കുറുകിയിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 ഭാഗത്തോളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതേപോലെ സ്പൂണിൽ കുറച്ചെടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പാല് കുറുകിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സ്പൂണിൽ അതിന് നല്ല കട്ടിയിൽ പറ്റിയിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് സ്ലൈസ് ചെയ്ത് നട്ട്സ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ പിസ്താഷ്യോ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ ഇത് കുറച്ചുകൂടി കളർഫുള്ളായിരിക്കും. പിന്നെ ഞാൻ ഇതിനകത്ത് കുറച്ച് ആൽമണ്ടും അതേപോലെ കാഷ്യൂനട്ടും സ്ലൈസ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ്. കുറച്ചധികം ചേർത്ത് കഴിഞ്ഞാലും ടേസ്റ്റ് തന്നെയാണ്. അതേപോലെ നമുക്കിതിലേക്ക് ഇനി കുറച്ച് ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അതുകൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിതൊന്ന് തണുക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ആ പാലിൻ്റെ ഒരു മിക്സ് തണുക്കുന്ന സമയം കൊണ്ട് നമുക്കിവിടെ ബ്രെഡിൻ്റെ ആ സ്ലൈസ് സെറ്റ് ചെയ്യാം. ഞാനിവിടെ ഒരു കുക്കി കട്ടർ വെച്ചിട്ട് ഈ ബ്രെഡ് ഒരു റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ, അതേപോലെ അല്ലെങ്കിൽ ഗ്ലാസ് ഉണ്ടെങ്കിൽ ഗ്ലാസ് വെച്ചിട്ടായാലും ഇതേപോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ നമ്മളത് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഒരു ലെയറായിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ 5 ബ്രെഡ് സ്ലൈസ് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരുന്ന പാലിൻ്റെ മിക്സ് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് നമുക്ക് നേരെ ഈ ബ്രെഡിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കാം. ഈ ബ്രെഡ് പീസസ് എല്ലാം ആ പാലിൻ്റെ മിക്സിൽ കുതിർന്ന് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. ശരിക്കും ഇത് ഫ്രിഡ്ജിൽ വെച്ച് തണുത്ത് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടി കൂടുതൽ ടേസ്റ്റ് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ രസമലായി ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞാനത് കുറച്ച് സമയം ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിരുന്നു. അപ്പോൾ തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റിയാണ് അത് കഴിക്കാനായിട്ട്. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ടേസ്റ്റി ക്വീൻസ്.